വാതിൽപ്പടി കൊണ്ടുപോയെങ്കിൽ, ക്ഷേത്രത്തിൻ്റെ വാതിൽപ്പടി കൊണ്ടുപോയെങ്കിൽ, കട്ടള കൊണ്ടുപോയെങ്കിൽ, ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ട് പോയെങ്കിൽ, ഈ പരികർമ്മികളും കർമ്മികളും ഈ പറയുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്? വളരെ ഗതികേടാണ്, വളരെ വലിയ ഗതികേടാണ്. ഇതാരന്വേഷിക്കും? ജസ്റ്റിസ് KT ശങ്കരൻ ഇന്ന് രാവിലെ ഗണപതി കോവിലിൽ, പമ്പയിലെ ഗണപതി കോവിലിൽ പോയി തൊഴുതിട്ട് ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും 9 മണിയോടുകൂടി ശബരിമലയിൽ എത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം എത്തി കണക്കെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം കണക്കെടുക്കട്ടെ. ശബരിമലയിലെ കണക്കെടുപ്പല്ല പ്രധാനം, ശബരിമലയിലെ മോഷ്ടിച്ചതുമല്ല പ്രധാനം. അതൊക്കെ ഈ ദുഷ്ടന്മാരുടെ ലോകത്തിൽ, കള്ളന്മാരുടെ ലോകത്തിൽ, കലിയുടെ വല്ലാത്ത അവസ്ഥയിൽ പലതരത്തിലുള്ള അവതാരങ്ങളും ഉണ്ടാകും. അതിൽ രാഷ്ട്രീയ അവതാരങ്ങളുണ്ട്, ഉദ്യോഗസ്ഥ അവതാരങ്ങളുണ്ട്, പോറ്റിയുടെ രൂപത്തിലുള്ള അവതാരങ്ങളുണ്ട്, സത്താന്മാരുടെ അവതാരങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയേണ്ടത് ഇത് അടക്കമുള്ള 1248 ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ, അത് തിരുവിതാംകൂറിൻ്റെയാണ്. ബാക്കി ക്ഷേത്രങ്ങൾ നോക്കുമ്പോൾ 10-10,000 വരുന്ന ക്ഷേത്രങ്ങൾ ആരും സംരക്ഷിക്കും? ആ ക്ഷേത്രങ്ങളുടെ ശൃംഖല ഉണ്ടാക്കാൻ പറ്റുമോ? ആ ക്ഷേത്രങ്ങളുടെ വരുമാനം ഷെയർ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുമോ? അതിനുള്ള ട്രസ്റ്റും സംവിധാനങ്ങളും കേരളത്തിൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, ഹിന്ദു സമാജത്തിൻ്റെ ആളുകളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. മന്നത്ത് പത്മനാഭനും R ശങ്കറും അടക്കമുള്ള വലിയ മഹാരഥന്മാർ പകർന്നു തന്ന പാതയിലൂടെയാണ് ശബരിമലയും ഹിന്ദു സമാജവും വികസിച്ചത്. ഇവിടെ കോളേജ് ഉണ്ടാക്കിയത്, സ്കൂളുണ്ടാക്കിയത്, അമ്പലങ്ങൾ ഉണ്ടാക്കിയത്, മനുഷ്യൻ്റെ ഹിന്ദു സമാജത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചത് ഗുരുദേവൻ. എത്ര ക്ഷേത്രമാണ്? 36 37 ക്ഷേത്രമാണ് ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സമാജത്തിന് ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, അയ്യാഗുരു, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി ആത്മീയ നേതാവല്ലെങ്കിൽ പോലും ഭൗതിക തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ളവർ പകർന്നു തന്ന കേരളത്തിൽ കുറച്ചാളുകൾ, അത് രാഷ്ട്രീയ തിമിരം ബാധിച്ച, ഉദ്യോഗസ്ഥ മേധാവിത്വം മേലാളിത്തം ബാധിച്ച കുറച്ചാളുകളുടെ അഹങ്കാരത്തിൻ്റെയും ദുരയുടെയും പണം കൊയ്യലിൻ്റെയും അഴിമതിയുടെയും കേന്ദ്രമായി അയ്യനെ മാറ്റുമ്പോൾ ഈ കറവ പശുവിനെ നമുക്ക് കറന്നുകൊണ്ടേയിരിക്കാം. അകടിൽ നിന്ന് രക്തം വന്നാലും അത് നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് വീണ്ടും കറക്കാം ഈ പശു എത്ര കാലം.